നമ്മളുടെ നാടിൻ്റെ ഒരു പൊതുവായ ആഗ്രഹമാണ് ഈ ഫെബ്രുവരി 9 പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നത്. കൊച്ചി ക്യാൻസർ റിസർച്ച് സെൻ്ററിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം 9-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. ബഹുമാനായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2016 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിലാണ് IP സംവിധാനങ്ങൾ ആരംഭിച്ചത്. കിഫ്ബി 385 കോടിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി അവർ വകയിരുത്തി അനുവദിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ കോൺട്രാക്ടർ എടുത്ത അവരുടെ ചില നിയമപരമായ പ്രശ്നങ്ങൾ, കേസൊക്കെ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് നമുക്ക് ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞു. മറ്റ് കാര്യങ്ങൾ ആർബിട്രേഷനിലേക്ക് പോവുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം അത് ഹൈക്കോടതി അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങൾ, അത് സ്കാനിങ്, അതുപോലെ MRI സ്കാനിങ്, ലിനാക്ക് ഉൾപ്പെടെയുള്ള റേഡിയേഷൻ സൗകര്യങ്ങൾ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ എക്സ്റേ, അതുപോലെ തന്നെ സ്കാനിങ്, ഇതിലെല്ലാം നമ്മൾ AI ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എക്സ്റേ സംവിധാനങ്ങളും MRI സ്കാനിങ് സംവിധാനങ്ങളുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ, മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ RCC ഈ കൊച്ചി ക്യാൻസർ സെൻ്ററിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ക്യാൻസർ സെൻ്റർ 4 ബ്ലോക്കുകളിലായിട്ടാണ്, 9 നിലകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ICU ഉൾപ്പെടെ 451 കിടക്കകളാണ് പൊതുവെ കണക്കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 100 എണ്ണത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിക്കും. തുടർച്ചയിൽ ബാക്കി പ്രവർത്തനങ്ങളും ആരംഭിക്കാനായിട്ട് കഴിയും. നമുക്കിവിടെ 159 പോസ്റ്റുകൾ ഇപ്പോൾ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 91 പെർമനൻ്റ് ആയിട്ടുള്ളതും 68 ബാക്കി കോൺട്രാക്ട് മറ്റു രൂപത്തിലുള്ള ഒരു അംഗീകാരമാണ് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. നേരത്തെ 31 പോസ്റ്റുകൾക്ക് നേരത്തെ തന്നെ സാങ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ 190 പോസ്റ്റുകളും, പിന്നെ റേഡിയോളജിയിൽ ഒരു പോസ്റ്റ് 1 ഇയറിന് അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെ 191 പോസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യമായിട്ടുള്ള ചില പോസ്റ്റുകൾ കൂടി അനുമതി വേണം എന്ന് ഇവിടുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടുകൂടി 12.12 ഏക്കറിൽ 550 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 6.32 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് കെട്ടിടത്തിൻ്റെ പൊതുവായ വലിപ്പം എന്നുള്ളത്. 16 ലിഫ്റ്റുകൾ, അതിനകത്ത് 11 പാസഞ്ചർ ലിഫ്റ്റ് എല്ലാം കൂടി ഉൾപ്പെടെ 16 ലിഫ്റ്റുകൾ ഇതിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. 12 ഓപ്പറേഷൻ തിയേറ്ററുകളാണുള്ളത്. 8 മേജർ OT, ഒരു ഹൈബ്രിഡ് OT, 3 മൈനർ OT തിയേറ്ററുകളാണുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഈ ബിൽഡിങ് കേരളത്തിൽ ആദ്യമായി എഡ്ജ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആദ്യത്തെ ഒരു ആശുപത്രി കെട്ടിടമാണ്. ഇപ്പോൾ ആവശ്യമായിട്ടുള്ള വൈദ്യുതി അത് പൂർണ്ണമായിട്ടും നമുക്ക് സോളാർ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി പ്രവർത്തിക്കുന്നത്. നിലവിലുള്ള 500 കിലോവാട്ടിനുള്ള സോളാർ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 34% നമുക്ക് വൈദ്യുതി ലാഭിക്കാൻ കഴിയും. 26% വാട്ടർ സേവിങ്ങിനുള്ള സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. 25% കാർബൺ ലെസ് എംബഡഡ് കാർബൺ, അതിൻ്റെ എമിഷനുമായി ബന്ധപ്പെട്ട് 25% മാറ്റാനായിട്ട് 25% കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് ആശുപത്രികളുടെ കാര്യത്തിൽ ഈ കെട്ടിടം വരുന്നത്. പൂർണ്ണമായും സോളാറാണ്. ഇപ്പോൾ 2050 കേരളം പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ ആവുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. 2070 രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിനുകൂടി സഹായകരമാകുന്ന ഒരു നിർമ്മിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഗലാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹം പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കുകയാണ്. അതിന് 9-ാം തീയതിയുടെ ഉദ്ഘാടനം ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റാൻ കഴിയണം. എല്ലാവരുടെയും പിന്തുണ അതിനുവേണ്ടി അഭ്യർത്ഥിക്കുന്നു.